ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം വെൽക്കം ടു എ മെസ്സി ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇപ്പോൾ സമയം 11:30 മോൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ടേ ഉള്ളൂ. വീട് തല തിരിഞ്ഞ് കിടക്കുകയാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതൊക്കെ അതവിടെ കിടക്കുന്നു. കിച്ചണൊക്കെ അതേ ചളക്കൊളായിട്ട് കിടക്കുന്നു. 2 ദിവസമായിട്ട് മോൻ നല്ല നിർബന്ധമായിരുന്നു. അതുകൊണ്ട് എല്ലാ ഡെയിലി ഉള്ള പണികളൊക്കെ പെയിൻറ്റിങ് ആയി കിടക്കുകയാണ്. അങ്ങനെ ഇന്നാണ് അവൻ ഒന്ന് എന്താ പറയുക രാവിലെ ഒന്ന് ഉറങ്ങിയത്. സാധാരണ രാവിലെ ഉറങ്ങുമ്പോഴാണ് എൻ്റെ പണികളൊക്കെ നടക്കാറ്. രാവിലെ മോന് കൊടുത്ത ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ താഴെ അതേ പഴമൊക്കെ താഴെ കിടന്ന് അതിൽ ഉറുമ്പ് കയറി. എന്താ പറയുക, ഇനി ഇതിനപ്പുറം ഇവിടെ ഈ വീട് കൊളാവാനില്ല, അത്രയ്ക്കും പ്രശ്നത്തിലിരിക്കുകയാണ്. അപ്പം എത്രയും പെട്ടെന്ന് എനിക്കിത് ഫുൾ ക്ലീൻ ചെയ്ത് അവൻ എണീക്കുന്നതിനകം വെച്ച് ഒക്കെ ഒതുക്കണം. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അതെ ഹസ്ബൻഡ് ഡ്യൂട്ടിയിലാണ് കേട്ടോ. മോൻ ഉറങ്ങുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ആ റൂം വരെ കുളമാണ്. സെക്കൻഡ് ബെഡ്റൂമിൽ നിന്ന് ഞാൻ ഒതുക്കി തുടങ്ങാനുള്ള കാര്യം അതാണ് ലെസ് മെസ്സിയർ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒതുക്കി തുടങ്ങി. അപ്പോൾ കുറേ നാളായിട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചുള്ള മെയിൻ കാരണം എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് മോനെയും കൊണ്ട് കാര്യങ്ങളൊക്കെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു പെർഫെക്റ്റും അല്ല, ഇതുപോലെ ആയിരിക്കും മിക്ക ദിവസങ്ങളിലും, അല്ലെങ്കിൽ ഒരു 75 ഡേയ്സും ഇതുപോലെ ആയിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഇങ്ങനത്തെ മെസ്സി ഡേയ്സും കൂടി കാണിക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം പലർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഞാനെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പം വാവ ഉറങ്ങിയ സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു അവ്വൈ ഷൺമുഖി സ്റ്റൈൽ പണികളൊക്കെ ഒതുക്കാൻ പോവാണ്. ചെടിക്ക് പോലും വെള്ളം ഒഴിക്കാതെ ചെടി വരെ വാടി നിൽക്കുകയാണ്. 2 ദിവസമായി അവറ്റകൾക്ക് പോലും വെള്ളം കൊടുത്തിട്ട്. അപ്പം പെട്ടെന്ന് ഞാൻ പണിയിലൊക്കെ കിടക്കുകയാണ്. ഒരു മണിക്കൂറും എനിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അപ്പോൾ 1 മണിക്കൂർ ഉറങ്ങും. ആ 1 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന മാക്സിമം പണികൾ തീർക്കണം. അപ്പോൾ ആദ്യം തന്നെ റൂം തൂത്ത് തുടച്ചിടാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇൻ കേസ് അവൻ ഉണർന്നാലും കുറച്ച് നേരം അവ ഇരുന്ന് കളിക്കും. അപ്പം അതിനുശേഷം ഞാൻ കിച്ചണിലേക്ക് വരുന്നുള്ളൂ. അപ്പം പോകാം വീഡിയോയിലോട്ട്. ഇപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ കറക്റ്റ് 1 hour ആയപ്പോൾ മോൻ ഉണർന്ന് 12:30 ആയപ്പോഴത്തേക്കും വാവ ഉണർന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരുവിധം കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടുണ്ട്. ഇനി ലഞ്ച് മെയിനായിട്ട് ഉണ്ടാക്കണം. ലഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇപ്പം ടൈം പറഞ്ഞാൽ 12:30. ഇപ്പോൾ പെട്ടെന്ന് ഞാൻ കുറച്ച് എന്തെങ്കിലും തട്ടിക്കൂട്ടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റൂം മെസ്സിയാണ്. കാരണം അവൻ നല്ല ഒരു എന്താ പറയുക നോയ്സ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ ഉറങ്ങുമ്പോൾ ആ റൂം വൃത്തിയാക്കി കഴിഞ്ഞാൽ കുളമാകും. കുറച്ച് നേരം അവൻ്റെ കൂടെ കളിച്ചിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു കുക്കർ ബിരിയാണി അല്ല, ഒരു പനീർ കുക്കർ പുലാവെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അപ്പം ഞാനൊരു പ്രോപ്പറായിട്ട് പനീർ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തുള്ള ചില അൺഎക്സ്പെക്റ്റഡ് ഡേയ്സിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇത് ഏത് വെജിറ്റബിൾ വെച്ചും മീറ്റ് വെച്ചും ഫിഷ് വെച്ചും ഒക്കെ ഉണ്ടാക്കാം. വെറുതെ കുക്കറിലെല്ലാം കൂടി ഇട്ട് ഒറ്റയടി. അപ്പോൾ അതിന് മെയിനായിട്ട് നമ്മൾ മസാല നന്നായിട്ട് കുക്കാവണം, എന്നാലാണ് ടേസ്റ്റ്. അപ്പം അതാണ് ഞാൻ ഇപ്പം ജസ്റ്റ് മസാല എല്ലാം എൻ്റെ ക്യാപ്സിക്കം ഉള്ളതുകൊണ്ട് ക്യാപ്സിക്കം ചേർത്തു. നല്ല ഫ്ലേവർ തരും ക്യാപ്സിക്കം എന്ന് പറഞ്ഞ ഒരു സാധനം. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി തക്കാളിയൊക്കെ ചേർത്തിട്ട് പിന്നെന്താ പനീർ ജസ്റ്റ് ഒന്ന് ഗീലൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്തു. റൈസും കൂടി ആഡ് ചെയ്തു. കുക്ക് ചെയ്യണം. അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ വലിയ സാധനമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ മസാല വേവാനായിട്ട് ജസ്റ്റ് ഒരു വിസിലടിച്ചു വേവിച്ചെടുത്തു. അപ്പോൾ അതാകുമ്പോൾ നല്ല മഷി ആയിട്ട് വരും. അപ്പോൾ അതിനൊന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒഴിക്കാനുള്ള വെള്ളം ഞാൻ ചെറുതായിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്.
മോൻ അവിടെ ഡാഡടുത്ത് എടുക്കാൻ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കണം. അപ്പം ഞാൻ പോയി അവനെ എടുത്തുകൊണ്ട് വരാം. അപ്പം ഇനിയുള്ള കുക്കിംഗ് മിക്കവാറും അവനെ കൈവച്ചുകൊണ്ട് തന്നെ ആയിരിക്കും. പകുതി മുക്കാൽ സമയം അങ്ങനെ ആയിരിക്കും അവൻ എൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും. കാരണം ചില സമയം കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിക്കും, പക്ഷേ കൂടുതൽ സമയവും എൻ്റെ അടുത്ത് എൻ്റെ ചുറ്റിപ്പറ്റി തന്നെയാണ് ആൾ ഉണ്ടാവുക. അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് കേട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ടേസ്റ്റ് വരും. പിന്നെ എൻ്റെ കയ്യിൽ മല്ലിയില ഉള്ളതുകൊണ്ട് അതും കൂടി ആഡ് ചെയ്തു. പിന്നെ ഇതെല്ലാം കൂടി ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്ത് അരിയിട്ട് ഒരൊറ്റ വിസിലിന് വേണ്ടി അടച്ചു വെക്കുകയാണ്. അപ്പം ഞാൻ അരിക്ക് ഇരട്ടി വെള്ളമാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. കറക്റ്റ് ഒരു വിസിൽ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കുക്കർ ഓഫ് ചെയ്തിരുന്നു. അപ്പം ആവിയൊക്കെ തണുത്ത് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇതെല്ലാം സൂപ്പർ ബിരിയാണി റെഡിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ റൈസ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും സ്പൂൺ കൊണ്ട് കുത്തിക്ക് വരട്ടെ, പകരം ഒരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഫ്ലഫ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. അപ്പോൾ കുഴഞ്ഞു പോവില്ല. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഫ്ലഫ് ചെയ്തിട്ട് ആവി തണുത്തതിന് ശേഷം നമ്മൾ വിളമ്പി എടുത്തു കഴിഞ്ഞാൽ തമ്മിലൊട്ടാണ്ട് അടിപൊളി ബിരിയാണി കിട്ടും. ഇനി നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ മോൻ്റെ കുറച്ച് കളികളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ സമയം വന്നിട്ട് 6:15 മോനും ചെറുതായിട്ടൊന്ന് ഉറങ്ങി എണീറ്റ്. ഞാനും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ചായ കുടിക്കാനുള്ള സമയമാണ്. മോന് എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കഴിക്കും. അപ്പോൾ ആളിപ്പോൾ ബുക്സിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. കൂടിപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, അതിനപ്പുറം ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കില്ല. കുട്ടികളെല്ലാവരും അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ എന്താ പറയുക, ഇവിടെ കിച്ചണൊക്കെ ഒരുവിധം ഒതുങ്ങി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഒരു ഇച്ചിരി മനസ്സമാധാനമുണ്ട്. പിന്നെ ചായ ഇടുക, രാത്രിത്തേക്ക് പനീർ ബിരിയാണി തന്നെ കഴിക്കും. അത് ബാക്കിയുണ്ട്. ഞങ്ങളധികം ആക്ച്വലി എടുത്തില്ല. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് തലേദിവസത്തെ ചോറും കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കൂടുതലും ഞങ്ങൾ എടുത്തത്. ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കണം, അത്രയേ ഉള്ളൂ. എല്ലാം കഴുകി ഉണങ്ങിയത് തിരിച്ച് സ്ഥലങ്ങളിൽ വെക്കണം. അപ്പോൾ ആളിപ്പോൾ നല്ല ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നൊന്നും അവൻ ശ്രദ്ധിക്കുന്നേ ഇല്ല. അവനങ്ങനെ അവൻ്റെ ലോകത്തിരിക്കുകയാണ്. ഇപ്പം തന്നെ ആൾ ഡിസ്ട്രാക്റ്റഡ് ആകും, അധികം നേരമൊന്നും അങ്ങനെ ഇരിക്കില്ല. അപ്പോൾ ഇവിടെ വീട്ടിൽ ഞാൻ മാത്രമേ ചായ കുടിക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞു പാത്രത്തിൽ ഞാൻ പാല് വെച്ചിരിക്കുകയാണ്. മോനെന്തെങ്കിലും ഞാൻ കുക്കീസ് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി വെക്കും അവന് ഈവനിങ് കൊടുക്കാനായിട്ട്. ഞാൻ വേറെ എന്തെങ്കിലും ഉള്ളത് ഉണ്ടെങ്കിൽ കഴിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് മോനെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കൊടുത്ത് കുളിപ്പിച്ച് ഞങ്ങൾ ഇന്നൊന്ന് താഴെ ജസ്റ്റ് ഒരു വാക്കിന് പോകാമെന്ന് വിചാരിക്കുന്നു. അവനൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട്. കാരണം ഇന്ന് ഫുൾ വീട്ടിനകത്ത് തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ആൾക്കൊരു ഇതാക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് നടന്നിട്ടൊക്കെ വന്നിട്ട് ഒരു 9 മണിക്കുള്ളിൽ അവനെ ഉറക്കണം എന്നാണ് വിചാരിക്കുന്നത്. അവനെ കൂടി സഹകരിച്ചാൽ അങ്ങനെയൊക്കെ നടക്കും.